everyone, once again welcome back to Xylem Learning. Welcome back to our English class. Okay. അപ്പം നോക്കാം മക്കളെ, ഇപ്പോൾ നമ്മൾ എന്താണ് കുറച്ചുകൂടെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗ്രാമർ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണ് കമൻറ്റിൽ പറയുന്നുണ്ട് എന്താണ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. സോ ഐ തോട്ട് ടു ഡു അല്ലെങ്കിൽ ഐ തോട്ട് ടു ടീച്ച് യു ഇഫ് ക്ലോസ് ടുഡേ. ഓക്കെ, ഇന്ന് മിസ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്, ഇഫ് ക്ലോസ്. ഓക്കെ, ഇവിടെ നോക്ക്, ഇഫ് ക്ലോസ് മീൻസ് എന്താണെന്ന് അറിയോ, ഇറ്റ് ഈസ് എ കണ്ടീഷൻസ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരാളുടെ പറയുകയാണ്, നീ എൻ്റെ കൂടെ വന്ന് നിനക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങി തരും. ഓക്കെ, ഇപ്പം നിൻ്റെ കൂടെ വന്ന് നിനക്ക് ഞാൻ ലൈം സോഡ വാങ്ങി തരും, ഇപ്പം നീ എൻ്റെ കൂടെ വന്ന് നിനക്ക് എന്തിന് മുട്ട പഫ്സ് വാങ്ങി തരും എന്നൊക്കെ നമ്മൾ പറയില്ല, കണ്ടീഷനിങ് അല്ലേ. നീ നല്ലോണം പഠിച്ചാൽ നീ പാസ്സാവും അല്ലേ. നീ കുറെ എടുത്തോ, നീ കുറെ എടുത്താൽ മഴ നനയാതെ പോവാം. അപ്പം ഇതൊക്കെ ഒരു കണ്ടീഷനിങ്. നമ്മളിങ്ങനെ പറയാണ്, നീ ഇത് കാര്യം ചെയ്താൽ എന്താണ്, there will be a result. നീ ഇന്ന കാര്യം ചെയ്താൽ you will get the result അല്ലേ. അപ്പോൾ രണ്ട് ആക്ഷൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ റിസൾട്ടായിട്ട് മറ്റേ ആക്ഷൻ, ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ റിസൾട്ടായിട്ട് അനദർ ആക്ഷൻ. അപ്പോൾ കണ്ടീഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇഫ് ക്ലോസ് ആണ്. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇതിൽ കണ്ടീഷൻസ് നമ്മൾ പഠിക്കുക എന്നുള്ളത്. നോക്ക്, 3 ടൈപ്പാണ്. ഓക്കെ, 3 ടൈപ്പാണ് നമുക്കിതിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. ഞാൻ പറഞ്ഞു എന്താണ് ഇഫ് ക്ലോസ് ആണ് നമ്മൾ നോക്കുന്നത്, 3 ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് അല്ലേ. ഇതിൽ നമ്മൾ ഈ 3 ടൈപ്പ് ഇവിടെ പഠിക്കുന്നത്, ഇതിൻ്റെ ടെൻസ് ആണ് ഡിഫറൻസ്. ഓക്കെ, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നീ ചെയ്താൽ അതിനെന്തുണ്ടാവും, റിസൾട്ട് ഉണ്ടാകും. സോ ഇഫ് ക്ലോസ് അല്ലെ, ഇഫ് വരുന്ന ക്ലോസ് എന്ന് പറഞ്ഞൊരു പ്രയോഗം അല്ല. അപ്പൊ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇഫ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രയോഗം. ഓക്കെ, അപ്പൊ ഇഫ് ക്ലോസിന് 2 ഭാഗം ഉണ്ടാവും ആ സെന്റൻസിന്. ഓക്കെ, ഇഫ് ക്ലോസും മെയിൻ ക്ലോസും. ഇഫ് ക്ലോസിന് ശേഷം വരുന്ന റിസൾട്ട് ആണ് എന്ത്, മെയിൻ ക്ലോസ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ലെസൺ. ഓക്കെ, അപ്പം 2 ഭാഗം ഉണ്ടാകും, ഇഫ് ക്ലോസ് ഉണ്ടാകും, മെയിൻ ക്ലോസ് ഉണ്ടാകും. നോക്ക്, ഇവിടെ ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ നോക്കുന്നത് പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ഇഫിന് ശേഷം ഇഫ് പ്ലസ് എന്താണ്, ഇഫിന് ശേഷം V1 ഫോം ആണ് വരുന്നെങ്കിൽ, ഇഫ് പ്ലസ് പ്രസന്റ് ടെൻസ്, ഇഫ് പ്ലസ് V1 ഫോം ആണ് വരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് റെയിൻസ് എന്ന് പറഞ്ഞാൽ V1 ആണ്. വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. എന്താ പറയുന്നത്, വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. നമ്മൾ എന്ത് ചെയ്യും, ട്രിപ്പ് ക്യാൻസൽ ചെയ്യും. അപ്പം നോക്ക്, ഇഫ് ക്ലോസിൽ V1 ആണ് വരുന്നെങ്കിൽ നമ്മൾ സബ്ജക്റ്റിന് ശേഷം മെയിൻ ക്ലോസിൽ വില്ല് കൊടുക്കണം. ഇതാണ് നമ്മുടെ ഉത്തരം, വില്ല് കൊടുക്കണം. ഇതാണ് നമ്മുടെ ആൻസർ. we have to give will the. നമ്മൾ അവിടെ എന്ത് കൊടുക്കണം, നമ്മൾ will കൊടുക്കണം. ഓക്സിലറി വെർബായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, നമ്മൾ will കൊടുക്കണം. സോ ഇഫ് ഇറ്റ് റെയിൻസ് we will cancel the trip. മഴ പെയ്താൽ നമ്മൾ എന്ത് ട്രിപ്പ് പോകില്ല കേട്ടോ. അപ്പോൾ V1 ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, will കൊടുക്കണം. സോറി, നമ്മൾ എന്താ കൊടുക്കേണ്ടത്, നമ്മൾ will കൊടുക്കണം. ഇഫ് പ്ലസ് V1 ആണെങ്കിൽ വരേണ്ട ഓക്സിലറി വെർബ് will ആയിരിക്കണം മെയിൻ ക്ലോസിൽ. ഇനി ഇഫ് പ്ലസ് V2 ആണെങ്കിൽ, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ V1 V2 V3. ഇഫിന് ശേഷം V2 ആണ് വരുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വുഡ് ആണ്. ഇതാണ് നിങ്ങളുടെ ഉത്തരം. മാർക്ക് വരുന്ന ആൻസർ കീ ഇതാണ്. സോ V2 വന്നാൽ എന്താണ്, വുഡ് കൊടുക്കണം, ഓക്സിലറി. ഇനി ഏറ്റവും എക്സാമിന് ചോദിക്കുക ഇതിന്റെ തേർഡ് ടേം ആണ്. ഇഫിന് ശേഷം ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം, വുഡ് വരണം 1, ഹാവ് വരണം 2, അതിനുശേഷം V3 ഫോം വരണം 1, 2, 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വുഡ് കൊടുക്കണം, ഹാവ് കൊടുക്കണം, പ്ലസ് V3 ഫോം കൊടുക്കണം. വുഡ് കൊടുക്കണം, ഹാവ് കൊടുക്കണം, പ്ലസ് നമ്മൾ V3 ഫോം ഓഫ് ദ വെർബ് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ വുഡ് ഹാവ് പ്ലസ് V3, വുഡ് ഹാവ് പാസ്റ്റ്, വുഡ് ഹാവ് ടേക്കൺ, വുഡ് ഹാവ് ഈറ്റൺ. അപ്പോൾ ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നാൽ നമ്മൾ മെയിൻ ക്ലോസിൽ എന്ത് കൊടുക്കണം, വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. നോക്ക്, ഇഫ് ഐ ഹാഡൻ ബീൻ സിക്ക്, ഞാൻ അസുഖമൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ, ഐ വുഡ് ഹാവ് ഗോൺ ടു യുവർ പാർട്ടി, എനിക്ക് ഇതിൻ്റെ പാർട്ടിയിൽ വരാമായിരുന്നു, ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടാകും അല്ലേ, പാർട്ടിയിൽ ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടാകും. ഇഫ് യു had studied, നീ നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, you would have passed the exam, നീ എക്സാം പാസ് ആയി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ആണ് ഇന്ന് നമുക്ക് എന്തുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇഫ് ക്ലോസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ let's summarize again that we told that, so not told that, see we discussed that, we learned that 3 rules are നമ്മൾ നോക്കിയത്. ഒന്ന് if in present tense, the second one if in past tense, and the third one if in past participle. അപ്പോൾ if പ്ലസ് V1 ആണെങ്കിൽ, ഇഫ് പ്ലസ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിൽ. ആൻഡ് ഇഫ് പ്ലസ്
if plus v2 ആണെങ്കിൽ the model auxiliary verb it will be would. And the third one, the last one, the final one, if it comes with എന്താണ് had plus v3 form ആണെങ്കിൽ, if it comes in past perfect tense ആണെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് would ഉണ്ടായിരിക്കണം, have plus ഉണ്ടായിരിക്കണം, v3 form ഉണ്ടായിരിക്കണം. So would plus have plus v3 ഉണ്ടായിരിക്കണം. Is it okay? ഉണ്ടായിരിക്കണം. സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ പഠിച്ചു വെക്കണം, നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? So I hope that it is a very useful video for you people. So it's time to stop the class now. Thank you so much. Bye bye.